ഇത് നമ്മുടെ പാർട്ട് 3 ആണ്. എന്റെ നോർമൽ ഡെലിവറി വിത്തൌട്ട് എപ്പിഡ്യൂറലായിരുന്നു. അപ്പൊ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് ഡോക്ടർ എനിക്ക് എപ്പിഡ്യൂറലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ ഓർത്ത് ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വിത്തൌട്ടിന് പോയത്. സെക്കൻഡ് ടൈം ഞാൻ ഓർത്ത് ഞാൻ ആദ്യം പ്രസവിച്ച ഒരാളല്ല, എനിക്ക് ഇതൊക്കെ നിസ്സാരമല്ല എന്ന്. എന്റെ ജസ്റ്റേഷണൽ ഡയബറ്റിക് ആയിരുന്നു. എനിക്കൊരു ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ആയിരുന്നു. ഞാൻ ഓരോ സമയം ഓർത്ത് ദൈവമേ ഓവറാക്കി ചളവാക്കാതെ മര്യാദയ്ക്ക് എപ്പിഡ്യൂറൽ എടുത്താൽ മതിയായിരുന്നു എന്ന്. വാക്യൂം ഡെലിവറി ആയിരുന്നു കുഞ്ഞിന്റെ. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഹസ്ബൻഡ് സമ്മതിക്കില്ല, എന്റെ അമ്മൂമ്മ സമ്മതിക്കില്ല എപ്പിഡ്യൂറൽ എടുക്കാൻ നോക്കുക, അവരുടെയൊക്കെ സമ്മതം വേണം, നമ്മളല്ലേ പ്രസവിക്കാൻ പോകുന്നത്. പിന്നെ പണ്ട് നമ്മൾ കാളവണ്ടി കയറി കുലുങ്ങി ഒരു സ്ഥലത്തെത്തി. ഇന്നിപ്പോ കാറിലപ്പോ കാറിൽ പോകുന്നതല്ലേ നല്ലത്. എന്താ പറയാ, ഇക്കാലത്ത് പ്രസവിക്കാൻ എളുപ്പമാണ്, കൊച്ചിനെ വളർത്താനാണ് പാട്. അപ്പൊ എങ്ങനെയാണെങ്കിലും അങ്ങോട്ട് പ്രസവിച്ചാൽ പോരെ, സുഖമായിട്ട് അങ്ങ് പ്രസവിച്ചാൽ മതിയല്ലോ. പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ വീഡിയോസ് പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അത് കുറെ പേര് പറയാറുണ്ട് എപ്പിഡ്യൂറലായിട്ട് ഇങ്ങനെ ഒരു ആശ്വാസമുണ്ട്, അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടെന്നൊക്കെ. ചിലർ പറയും ഞാനിങ്ങനെ ഓവറാക്കി ചളവാക്കാറൊന്നുമില്ല, എനിക്കിതൊക്കെ പറ്റും, അങ്ങനെയൊക്കെ. അങ്ങനെയല്ല, എനിക്ക് അതിന്റെ താഴെ കുറെ പേര് റിപ്ലൈ ചെയ്യാറുണ്ട്, എന്റെ ഭാര്യ കിടന്ന് അലക്കുന്ന കാണുമായിരുന്നു, നിങ്ങൾ ഇതൊക്കെ വളരെ കൂളായിട്ട് എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. എപ്പിഡ്യൂറൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് പെയിൻലെസ് ഡെലിവറി എന്നാണ് അതിന്റെ പേര്. അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ എന്തോ ഒരു ആശ്വാസം ഉണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് മറ്റേതിന്റെ കരച്ചിലിനെ, നോർമൽ ഡെലിവറി വിത്തൌട്ട് എപ്പിഡ്യൂറലിനെ കരച്ചിലിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പണ്ട് കാലത്ത് സിനിമയെ കാണത്തില്ല, അതേ അലറൽ തന്നെ ആയിരിക്കും ആ പ്രസവിക്കുന്ന കുട്ടി കിടന്ന് അലയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ നമുക്ക് പെയിൻ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷണലിയും ഫിസിക്കലിയും ഉള്ള കുറെ എനർജി സേവ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം ചിലപ്പോൾ കുറവായിരുന്നിരിക്കണം. എന്ന് വെച്ചാൽ അതിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ ഈ സക്സസ്ഫുൾ എപ്പിഡ്യൂറലിന്റെ കാര്യം എനിക്ക് തോന്നിയത് പറഞ്ഞാണ്. പിന്നെ അതുപോലെ സി സെക്ഷൻ, എനിക്ക് ഏറ്റവും പേടിയുള്ളതാണ് സി സെക്ഷൻ. ഒരാൾ രാവിലെ കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെ ഒരാൾ 2 ചോള ചക്ക കൂടുതൽ കഴിച്ചോ എന്ന് ചോദിച്ചോ, സി സെക്ഷൻ ആവില്ലല്ലോ. അത് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ കാരണമാവണം സി സെക്ഷൻ ആയത്. പിന്നെ കുറെ ആൾക്കാർ അത് കമ്പയർ ചെയ്ത് റീൽസ് ഇടും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരാളുടെ ബോഡിയുടെ ഹീലിംഗ് പോലെ ഇരിക്കും അയാൾ എങ്ങനെ റിക്കവർ ചെയ്യുന്നു എന്നുള്ളത്. നോർമൽ ഡെലിവറി കഴിഞ്ഞ് കുനിഞ്ഞിരുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചുങ്ങൾക്ക് ഷൂസ് കെട്ടിക്കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സി സെക്ഷൻ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യം പറയണേ, എനിക്ക് വേണേ 5 പ്രസവിക്കാം, ഇച്ചിരി ഓവറാക്കിയത് ഞാൻ വേണേ 3 പ്രസവിക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും പാട് അതിന്റെ ഹീലിംഗും ബ്രസ്റ്റ് ഫീഡിങ്ങുമാണ്. ഈ 2 കാര്യങ്ങളാണ് എന്നെ കൊണ്ട് പറ്റാത്തത്. ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രസവം കുറച്ച് ഓക്കെയാണ്, എനിക്ക് ഹീലിംഗ് പറ്റാറേ ഇല്ല. അപ്പോ എന്താ പറയാ, പിന്നെ ആഫ്റ്റർ ഡെലിവറി ഞാൻ എന്താണ് എന്റെ ആഹാരക്രമം ഒക്കെ കേട്ടാ വലിയ കഥയാണ് അതൊക്കെ. ഓക്കെ, അതൊക്കെ ഞാൻ പാർട്ട് 4 പറയാമേ.